ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടൈം ഫോർ ഗ്രേറ്റ്നസ്. 15 ഔട്ട്ഡേറ്റഡ് മൈൻഡ് സെറ്റ്സ്. നമ്മുടെ ഔട്ട്കംസ് എല്ലാം തന്നെ നമ്മുടെ മൈൻഡ് സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഒരു കാര്യത്തിൽ നമുക്കൊരു ശരിയായ മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ അത് അവസാനം ഒരിക്കലും വിജയിക്കുവാൻ പോകുന്നില്ല. ഒരു റോങ് മൈൻഡ് സെറ്റിൽ ജീവിക്കുന്നത് എത്ര ആപത്തുള്ള കാര്യമാണോ അതേപോലെ ആപത്തുള്ള ഒരു കാര്യമാണ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിൽ ജീവിക്കുന്നത്. ഔട്ട്ഡേറ്റഡ് മൈൻഡ് സെറ്റുകൾ മുൻപ് നമുക്ക് വിജയം തന്നിട്ടുണ്ടാകാം, എന്നാൽ ഇപ്പോൾ നമുക്ക് ആ മൈൻഡ് സെറ്റ് കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിരിക്കില്ല. ഇങ്ങനെ ഒരു ഔട്ട്ഡേറ്റഡ് മൈൻഡ് സെറ്റിൽ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് ഒരു കാരണവശാലും ശരിയായ രീതി ആയിരിക്കില്ല. അങ്ങനെ മുൻപ് പ്രസക്തമായിരുന്ന ഇപ്പോൾ അപ്രസക്തമായ ഔട്ട്ഡേറ്റഡ് മൈൻഡ് സെറ്റുകളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു വീഡിയോയിലേക്ക് പോകാം. നമ്പർ 1, ഗുഡ് തിങ്സ് കം ടു ദോസ് ഹൂ വെയിറ്റ്. ആരെങ്കിലും നമ്മളെ രക്ഷിക്കുന്നും കരുതി നമ്മൾ കാത്തിരുന്നാൽ അതിലൂടെ നിങ്ങളുടെ സമയം പാഴായി പോകുമെന്നല്ലാതെ ഒരു നന്മയും നിങ്ങളെ കാത്തിരിക്കുന്നില്ല. നല്ല കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നതിന്റെ പേര് ക്ഷമയല്ല. ആരാണോ വിചാരിക്കുന്ന കാര്യങ്ങളെ നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങി പണിയെടുക്കുന്നത് അവർക്ക് മാത്രമേ കാര്യങ്ങൾ നടക്കൂ. നിങ്ങൾ ഫ്യൂച്ചറിൽ സക്സസ്ഫുൾ ആകണമെന്ന് വിചാരിക്കുന്നു, എന്നാൽ ഇപ്പോൾ അതിനുവേണ്ടി ഒരു കാര്യവും ചെയ്യുന്നില്ല എങ്കിൽ സക്സസ് നിങ്ങളുടെ വാതിലിൽ വന്ന് മുട്ടുമൊന്നുമില്ല. നിങ്ങളാണ് കതക് തുറന്ന് പുറത്തുപോയി നിങ്ങളുടെ സക്സസിനെ തേടേണ്ടത്. ആരാണോ പരിശ്രമിക്കുന്നത് അവർക്കാണ് ഈ ലോകം പലതും കൊടുക്കുക. കാത്തിരിക്കുന്നവർക്ക് ലോകമൊന്നും കൊടുക്കുകയില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലത് വരുമെന്ന് കരുതി കാത്തിരുന്നാൽ, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ സംഭവിക്കുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണെങ്കിൽ ആ പരിപാടി നിർത്തിയിട്ട് ഇപ്പോൾ തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കാൻ തുടങ്ങും. നമ്മൾ മാറ്റിയെടുക്കേണ്ട ആദ്യത്തെ ഔട്ട്ഡേറ്റഡ് മൈൻഡ് സെറ്റ് വിജയത്തിനായി കാത്തിരിക്കരുത് എന്നതാണ്. അടുത്ത നമ്പർ 2, യു ഹാവ് നോ കൺട്രോൾ. ജീവിതം എന്നത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില സമയത്ത് 0-ൽ ഇരുന്ന് നമ്മൾ ഹീറോ ആയിട്ട് മാറും. മറ്റു ചില സമയങ്ങളിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യം പോലും കോംപ്ലിക്കേറ്റഡ് ആകും. ഇങ്ങനെയെല്ലാം കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു നിയന്ത്രണവും ഇല്ലാന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അങ്ങനെ നിങ്ങൾ വിചാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കില്ല. പല തരത്തിലുള്ള ചലഞ്ചിങ് സിറ്റുവേഷൻസ് നമ്മൾ നേരിടേണ്ടി വരും. ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിലെല്ലാം നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾക്കത് നിയന്ത്രിക്കാൻ കഴിയുക. അതുകൊണ്ട് ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റിൽ ഇരുന്നിട്ട് എല്ലാ കാര്യവും വിധി അനുസരിച്ച് നടക്കുകയാണെന്നൊന്നും ഇരുന്ന് പറയാതെ, നമ്മൾക്ക് സാധിക്കുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ നമ്മളുടെ നിയന്ത്രണ ശക്തിയെ ഉപയോഗിക്കണം. നമ്മളുടെ പ്രവർത്തനങ്ങളാണ് നമ്മളുടെ അവസ്ഥകളെ മാറ്റുന്നതും സാഹചര്യങ്ങളെ ശരിയാക്കിയെടുക്കുന്നതും. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യണം, നിങ്ങൾക്ക് ധാരാളം പണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, പാസീവ് ഇൻകം അധികമാകണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടണം. അതിനുവേണ്ടി ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കൂ. നമ്പർ 3, ഫിയർ ഈസ് എ സൈൻ ദാറ്റ് യു കാൻ ഡു സംതിങ്. നിങ്ങൾ എപ്പോഴെങ്കിലും പാരച്യൂട്ട് പറക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അവർ പറക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഭയമുണ്ടോ? അവർ പറക്കുകയും ചെയ്യുന്നുണ്ട്, അതുകൂടാതെ അതിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടാവും. എന്നാൽ ഇത് ചൂട്ടിൽ നിന്ന് നോക്കുന്ന നമുക്ക് ഈ പറക്കുന്ന ആളുകൾക്ക് യാതൊരു ഭയവും ഇല്ല എന്നാണ് തോന്നുക. എന്നാൽ ഇത് അവർ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഇങ്ങനെ ആകാശത്തിലേക്ക് കുതിച്ചു ചാടുന്ന പാരച്യൂട്ട് ഡ്രൈവേഴ്സിന് ഭയമെല്ലാം ഉണ്ടായിരിക്കും ഉള്ളിൽ ചിലപ്പോൾ. എന്നിട്ടും അവരതൊക്കെ ചെയ്യുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഈ ഉയരത്തിൽ പറക്കുന്നവർക്കെല്ലാം ഭയം എന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് നല്ല പോലെ അറിയാം. ആ ഭയം കാരണം ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാതിരിക്കണം എന്ന അർത്ഥമില്ല എന്ന് അവർക്കറിയാം. ഭയം എന്നത് നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നില്ല. അതേപോലെ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചാലോ അപകടം സംഭവിച്ചാലോ എന്നത് മാത്രമാകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തോൽവിയടഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടാതിരിക്കൂ. ആ ചിന്തയെ തന്നെ വിട്ടുകളയൂ. അതെല്ലാം മറന്നിട്ട് നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ എങ്ങനെയെങ്കിലും ചെയ്യൂ. അങ്ങനെ നിങ്ങൾ അത് ചെയ്യുന്നില്ല എങ്കിൽ അതിനോടുള്ള ഭയം പോവുകയുമില്ല, അത് ഒരിക്കലും നിങ്ങൾ ചെയ്യുകയുമില്ല. അടുത്ത നമ്പർ 4, ബീയിങ് ദ ബെസ്റ്റ് ലീവ്സ് നോ റൂം ഫോർ മിസ്റ്റേക്ക്. വലിയ ആളുകളെല്ലാം ഉണ്ടല്ലോ, അവർ ജീവിതത്തിൽ തെറ്റുകളൊന്നും ചെയ്യാത്തവരാണ് എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും സത്യവുമല്ല. ബെസ്റ്റായി മാറുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്നാൽ അതിനായി ഒരു തെറ്റുകളും സംഭവിക്കാത്തൊരു വ്യക്തിയായി മാറണമെന്നില്ല. അതല്ല ബെസ്റ്റ് ആകുന്നതിന്റെ ലക്ഷണം. നമ്മൾ അങ്ങനെ പല തെറ്റുകളും ചെയ്യുന്നത് ഒരു വലിയ പ്രശ്നമുള്ള കാര്യവുമല്ല. നമ്മൾക്ക് തെറ്റുകൾ സംഭവിക്കുന്ന സമയത്ത് ആ തെറ്റിൽ നിന്നും ഒരു പാഠം ഉൾക്കൊണ്ട് അതിനേക്കാൾ കൂടുതൽ നല്ലപോലെ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരമാക്കിയിട്ട് അതിനെ മാറ്റണം. എന്ത് തെറ്റാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത്, അതെങ്ങനെയാണ് ശരിയാക്കുക? ഈ തെറ്റ് അടുത്ത തവണ സംഭവിക്കാതെ എങ്ങനെ നോക്കാം? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നല്ലൊരു വിദഗ്ധനായി മാറണമെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്കുകളെ സംഭവിക്കാൻ പാടില്ല എന്ന ഔട്ട്ഡേറ്റഡ് മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഇപ്പോൾ തന്നെ മാറ്റൂ. ആ ഒരു ചിന്താഗതിയെ എത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ മാറ്റിയെടുക്കൂ. ഫ്രണ്ട്സ്, വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യു മസ്റ്റ് ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ്. അതായത് ഈ ലോകത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചേഞ്ച് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളിൽ ആ ചേഞ്ച് നിങ്ങൾ കൊണ്ടുവരും. എന്നാൽ ഒരു ചേഞ്ച് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്? അറിവുകൾ അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ചാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ റിപ്പബ്ലിക് ഡേയിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്തെടുക്കുവാനുള്ള അനവധി ഓഡിയോ ബുക്ക് സമ്മറീസ് ആൻഡ് ഒറിജിനൽസ് നമ്മൾക്ക് ആക്സസ് ചെയ്യുവാനും ഇൻസ്പിറേഷണൽ സ്റ്റോറീസും മോട്ടിവേഷൻസും കേട്ടുകൊണ്ടേയിരിക്കുവാനും കുക്കു FM ലിസൺ ചെയ്യൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുക്കു FMൽ 10,000-നും മുകളിലുള്ള ഓഡിയോസിന്റെ അൺലിമിറ്റഡ് ആക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതും ഇപ്പോൾ വെറും 39 രൂപയ്ക്ക്. കുക്കു FM ഇന്നുവരെ കൊടുക്കാത്ത ഒരു ഓഫറാണ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ
നൽകുന്നത്. അതായത് 60% ഡിസ്കൗണ്ട് ഓൺ മന്ത്ലി ആൻഡ് ഇയർലി സബ്സ്ക്രിപ്ഷൻ. എന്നാൽ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് കുക്കു FM മെമ്പർഷിപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫ്രീഡം 60 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യണം. ഈ ഓഫർ ജനുവരി 29 വരെ മാത്രമേ ഉള്ളൂ. ഈ റിപ്പബ്ലിക് ഡേ ഓഫർ ഉപയോഗിച്ചുകൊണ്ട് കുക്കു FM മെമ്പർഷിപ്പ് എടുക്കൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കുക്കു FM ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും വായിച്ചു നോക്കണം. അതിനുശേഷം ഈ ഓഫർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ കുക്കു FM മെമ്പർഷിപ്പ് എടുക്കും. തിരിച്ച് വീഡിയോയിലേക്ക് വരും. നമ്പർ 5, എവറിത്തിങ് ഈസ് പെർമനന്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു അസുഖവും വരാതെ ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നല്ലേ നിങ്ങളുടെ വിചാരം? ഇങ്ങനെ എല്ലാം ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് ബാക്കി ഇതുപോലെയുള്ള ഏത് സിറ്റുവേഷനിലും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിൽ ടഫസ്റ്റ് ടൈം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതിന് പിന്നെ അവസാനം ഉണ്ടാവില്ല, നീണ്ടുപോയിക്കൊണ്ടിരിക്കും. ഈ ലോകത്തിൽ നമുക്ക് ഒരു പ്രതീക്ഷയുമില്ലാത്ത രീതിയിലുള്ള സംഭവങ്ങൾ നടന്നേക്കാം. അതൊന്നും എന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കൂ. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെയായിരിക്കും എന്ന ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്നും നിങ്ങൾ പുറത്തു വരൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഈ ജന്മം മുഴുവൻ ഇതുണ്ടാവും എന്ന് വിചാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകും. എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ കഷ്ടതകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവണമെന്നില്ല. ഈ ലോകത്തിലുള്ള ഒരു കാര്യവും അങ്ങനെ പെർമനന്റ് ആയിട്ട് ഉണ്ടാവുകയില്ല. അത് മാറും. എല്ലാ കാര്യങ്ങളും ഈ ലോകത്തിൽ താൽക്കാലികമാണ്. നിങ്ങൾ ഇപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? ഈ കഷ്ടപ്പാട് നിരന്തരമായിരിക്കില്ല. എനിക്ക് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്നും ഒരു പെർമനന്റ് ആയ മനോഭാവം നിങ്ങൾ വെക്കരുത്. കഷ്ടതയാണെങ്കിലും ശരി, സന്തോഷമാണെങ്കിലും ശരി, ഇത് രണ്ടും താൽക്കാലികമാണ്. അടുത്ത നമ്പർ 6, ബിലീവിംഗ് ഇൻ ആബ്സല്യൂട്ട്സ്. എല്ലാം ശരിയാകും എന്ന് ചിന്തിക്കുന്നവർ തെറ്റായ കാഴ്ചപ്പാടിലാണ് ജീവിക്കുന്നത്. മനുഷ്യനായി ജനിച്ച നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടും. തുടർച്ചയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. ഈ ജീവിതം എന്നത് വളഞ്ഞു പൊളഞ്ഞൊഴുകുന്ന ഒരു പുഴ പോലെയാണ്. ഇതെല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ ആവണമെന്നൊന്നുമില്ല. ജീവിതം ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞൊഴുകുന്ന നദിയാണെന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അതൊന്ന് അംഗീകരിച്ചിട്ട് അതിനനുസരിച്ച് അവനവനിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ തയ്യാറാകണം. അടുത്ത നമ്പർ 7, യുവർ പാസ്റ്റ് ഡിഫെൻസ് യു. പഴയ കാലത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഇപ്പോഴത്തെ കാലത്തെ വിലയിരുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. നിങ്ങൾ പാസ്റ്റിൽ ഒരു മടിയനായിരുന്നു എന്നുള്ളത് കാരണത്താൽ ഇപ്പോഴും നിങ്ങളൊരു മടിയനാണെന്ന് ലേബൽ ചെയ്യുന്നവരുണ്ടായിരിക്കും. അതേപോലെ നിരന്തരമായി പരാജയം ഏറ്റുവാങ്ങുമ്പോൾ വിജയം എനിക്കൊരിക്കലും സംഭവിക്കാത്ത കാര്യമാണെന്നും ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. എന്നാൽ നിങ്ങൾക്കൊരു സത്യം അറിയുമോ? നിങ്ങളുടെ പാസ്റ്റിന് നിങ്ങളുടെ ഫ്യൂച്ചറിനെ തീരുമാനിക്കുവാനുള്ള കഴിവില്ല. പാസ്റ്റിൽ നടന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിക്കുവാനുള്ള അവസരങ്ങൾ മാത്രമായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളെ ഇപ്പോൾ ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കരുത്. നിങ്ങൾ ഓരോ നിമിഷവും ഇപ്പോൾ ജീവിക്കാൻ തയ്യാറായാൽ നിങ്ങളെ പാസ്റ്റ് ബാധിക്കുകയേയില്ല. നിങ്ങളുടെ പാസ്റ്റ് ഒരിക്കലും പിന്നെ നിങ്ങളിൽ ഇടപെടാൻ വരില്ല. അത് നിങ്ങളുടെ ചില മിസ്റ്റേക്കുകളിൽ നിന്ന് പാഠം പഠിക്കുവാനുള്ള അവസരങ്ങളായിരുന്നു. അടുത്ത നമ്പർ 8, യു ക്യാൻ സർവൈവ് ജസ്റ്റ് ഫൈൻ ഓൺ യുവർ ഓൺ. ഇതിനു മുമ്പുള്ള സെഞ്ചുറീസിൽ ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ കഴിയും, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. അത് ശരിയുമായിരുന്നു. ആ കാലത്തിൽ എല്ലാവരും ആരുടെയും ഹെൽപ്പില്ലാതെയും ജീവിക്കാൻ പറ്റുമെന്നൊക്കെ വിശ്വസിച്ചിരുന്നു. ആ കാലത്തിൽ ഇതൊരു സത്യമായിരുന്നിരിക്കാം. എന്നാൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. എല്ലാം മാറി മറിഞ്ഞു. മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ലോക ജീവിതം ഇപ്പോൾ ഇന്റർ കണക്റ്റഡ് ആയി മാറി. ഇതിനെല്ലാം കാരണം ഇന്റർനെറ്റ് ആണ്. ഈ ഇന്റർനെറ്റ് നമ്മൾക്ക് ആർക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് ആവശ്യമാണ് എന്നുള്ള അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഏത് കാലഘട്ടത്തേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടെ പരിഗണിച്ചുകൊണ്ട് മാത്രമെല്ലാം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയെത്തിയിരിക്കുകയാണ്. ഈ കാലത്ത് ജീവിക്കുമ്പോൾ ഡ്രീംസ് നേടിയെടുക്കാൻ ഇതെല്ലാം ആവശ്യവുമാണ്. അതുകൊണ്ടാണ് ഹ്യൂമൻ നെറ്റ്വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയി മാറിയിരിക്കുന്നത്. അടുത്ത നമ്പർ 9, ലൈഫ് ഈസ് എ സ്ട്രഗിൾ. നിങ്ങളുടെ ജീവിതം വളരെ കഠിനമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ ഇപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ്. ദാരിദ്ര്യം, കഷ്ടപ്പാട്, ബുദ്ധിമുട്ടുകൾ, ക്ഷാമം, ദുരിതം, ദുഃഖം, ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാം ഉണ്ടായേ പറ്റൂ. ഇതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടതാണ്, സഹിച്ചേ പറ്റൂ. ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നാൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനാവശ്യ ചിന്തകളെ ഉണ്ടാക്കുന്നുണ്ടെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ജീവിതം എന്നാലേ പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് എന്ന ചിന്ത നിങ്ങളെ ഭയത്തിലേക്ക് കൊണ്ടുപോകും. ഈ ഒരു ചിന്ത കാരണത്താൽ ജീവിതം മുഴുവൻ കഷ്ടമാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ മാറും. ഈ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരിക്കാം, എന്നാൽ ഒരുപാട് അവസരങ്ങളും അതിനോടൊപ്പം ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. പല കഷ്ടതകൾ നിറഞ്ഞ ദിവസങ്ങളും വന്നേക്കാം. അത് നമുക്ക് ശരിയാക്കാൻ പറ്റാതെയോ ആയേക്കാം. ഇത് മാത്രമല്ല, വളരെയധികം സന്തോഷമുള്ള ദിവസങ്ങളും ജീവിതത്തിൽ വരുന്നുണ്ട്. ജീവിതം എന്നത് നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. നമുക്ക് കുറച്ച് കഷ്ടപ്പാടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ജീവിതമേ കഷ്ടപ്പാടാണ് എന്നൊരു ഡെഫിനേഷനിലേക്ക് പോകരുതെന്നാണ് അർത്ഥം. ജീവിതം എന്നത് ഒരു പോരാട്ടമാണെന്നും കരുതരുത്. അടുത്തത് നമ്പർ 10, അതർ പീപ്പിൾസ് ആർ റെസ്പോൺസിബിൾ ഫോർ മൈ സെറ്റ് ബാക്സ്. നിങ്ങൾക്കുണ്ടായ എന്തെങ്കിലും ഒരു പരാജയത്തിന് നിങ്ങൾ മറ്റുള്ളവരുടെ മേലെ ഉത്തരവാദിത്തം ഇടുമോ? അതല്ല എങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുമോ?
ഈ കാര്യത്തിൽ നിങ്ങളുടെ മെന്റാലിറ്റി നിങ്ങൾ മാറ്റുക തന്നെ വേണം. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണക്കാരായി എപ്പോഴും നിങ്ങൾ മറ്റുള്ളവരെ കണ്ടാൽ നിങ്ങൾ ഉത്തരവാദിത്വമില്ലാത്തൊരു മനുഷ്യനാണെന്നാണ് അർത്ഥം. അതിന് പകരമായി നിങ്ങളുടെ മിസ്റ്റേക്കുകളെ നിങ്ങൾ അംഗീകരിക്കണം. ആ തെറ്റുകൾ മനസ്സിലാക്കിയാൽ നമുക്ക് വളരുവാൻ സാധിക്കും. നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ കാരണം ഒരിക്കലും നിങ്ങളുടെ ഗോളുകൾ നിങ്ങൾക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ വിചാരിക്കരുത്. അടുത്തത് നമ്പർ 11. യു ഹാവ് ടു ബി റൂത്ത്ലെസ് ടു പിൻ. റൂത്ത്ലെസ് മനസ്സിലാക്കണമെങ്കിൽ പഴയ നൂറ്റാണ്ടിലെ കാര്യങ്ങൾ എടുത്തു നോക്കാം. അലക്സാണ്ടർ, ജൂലിയസ്, ഇതുപോലെയുള്ള വീരശൂര പരാക്രമികൾ അവരെല്ലാം ഇങ്ങനെ ഒരു റൂത്ത്ലെസ് മൈൻഡ് സെറ്റിൽ ജീവിച്ചവരാണ്. പല പല വിജയങ്ങളും നേടിയെടുക്കുന്നതിന്റെ തലവന്മാരായിട്ടിരുന്നവരാണ്. എന്നാൽ ഈ ഒരു നൂറ്റാണ്ടിൽ നമ്മൾ അങ്ങനെ ഒരു തലവനായിരുന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ഡയറക്ഷൻ കൊടുത്തതുകൊണ്ട് ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. ഈ കാലഘട്ടത്തിൽ മത്സരങ്ങൾ കുറയ്ക്കുകയും ഒരുമിച്ച് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടാണ് നമുക്ക് വിജയം നേടാൻ കഴിയുക. അതുകൊണ്ട് ഡയറക്ഷൻസ് കൊടുക്കലാണ് എന്റെ ജോലി എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. നമ്മളും കൂട്ടത്തിൽ ഒരാളായി ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് വിജയം നേടാൻ കഴിയൂ. അടുത്ത നമ്പർ 12. ദ സ്കാർസിറ്റി മൈൻഡ് സെറ്റ്. ഈ തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർ ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രത്യേക പരിധിയുടെ ഉള്ളിലാണെന്നാണ് വിചാരിക്കുന്നത്. അതായത് ചില ആളുകൾക്ക് മാത്രമേ വൻ വിജയങ്ങൾ നേടാൻ കഴിയൂ, എല്ലാവർക്കും അത് പോസിബിൾ അല്ല എന്ന് കരുതുന്നു. അതായത് വിജയം എന്നത് എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇന്നത്തെ കാലത്തും ഇങ്ങനെ ഒരു മെന്റാലിറ്റിയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് വിജയിക്കുവാൻ വേണ്ട ഒന്നും തന്നെ കിട്ടിയില്ല, സൗകര്യങ്ങൾ ഉണ്ടായില്ല എന്നൊക്കെ പല പരാതികളും പറഞ്ഞുകൊണ്ടിരിക്കും. വാസ്തവത്തിൽ വിജയം എന്നത് ഒരാൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരാൾ വിജയം നേടിക്കഴിഞ്ഞാൽ ഈ വിജയം എന്നത് അതോടെ തീരുന്നുമില്ല. ഈ വിജയം എന്നത് ഓരോ ദിവസം കഴിയുമ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. മുൻപ് പറഞ്ഞ മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ മൈൻഡ് സെറ്റിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരൂ. അടുത്ത നമ്പർ 13. യു ആർ നെവർ ടു ഓൾഡ് ടു ലേൺ ന്യൂ തിങ്സ്. അതായത് ഒരു പഴയ വ്യക്തിക്ക് പുതിയ ട്രിക്സ് ഒന്നും പഠിപ്പിച്ചു തരാൻ കഴിയില്ല, ഇങ്ങനെ വിചാരിക്കുന്ന സ്വഭാവം. ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്. അതുപോലെ നമുക്ക് വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. ഒരു വയസ്സായ ആൾക്ക് സ്കേറ്റിംഗ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു. ആരും തന്നെ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും വയസ്സായവരില്ല. അതങ്ങനെ പഠിക്കേണ്ട കാര്യം എന്താണെങ്കിലും ശരി, നിങ്ങൾക്ക് എത്ര പ്രായമായെങ്കിലും ശരി, നിങ്ങൾക്കിത് പഠിക്കണമെന്ന് തീരുമാനമുണ്ടെങ്കിൽ 70 വയസ്സായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും. അടുത്ത നമ്പർ 14. സം തിങ്സ് ആർ നോട്ട് ഫോർ യു. ഔട്ട്ഡേറ്റഡ് മൈൻഡ് സെറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രായത്തിലും പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാമെന്ന് ഞാൻ മുൻപ് പറഞ്ഞല്ലോ. ഇനി മറ്റൊരു കാര്യം പറയാം. ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് നമ്മൾ കരുതും. അതും ഔട്ട്ഡേറ്റഡ് മൈൻഡ് സെറ്റ് ആണ്. നിങ്ങൾക്ക് പാടാൻ ഇഷ്ടമായിരിക്കും, പക്ഷെ പാട്ടൊന്നും എനിക്ക് ചേരാത്ത കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഔട്ട്ഡേറ്റഡ് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തിയാണെന്ന് അർത്ഥം. നമ്മൾക്ക് ചില കാര്യങ്ങൾ വിധിച്ചിട്ടില്ല എന്ന് ചിന്തിച്ചാൽ നമ്മൾക്കത് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ പോലും ചെയ്യാതിരിക്കും. ഇങ്ങനെയുള്ള ഫിക്സഡ് മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് നമ്മൾ ഫ്ലെക്സിബിൾ മൈൻഡ് സെറ്റിലേക്ക് മാറണം. പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കണം. നിങ്ങളുടെ ജീവിതത്തിന് യോജിച്ചതെന്ന് തോന്നുന്നത് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. അടുത്ത നമ്പർ 15. യു ഹാവ് ടു ഫിറ്റ് ഇൻ. നീ ഇങ്ങനെ തന്നെ ജീവിക്കണം. ഇങ്ങനെ പറഞ്ഞ ആരെങ്കിലും നമ്മളെ മെരുക്കി വളർത്തുന്നുവെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിലും അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ട ആവശ്യമില്ല. ആരോ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളെ ഒരേ കാര്യത്തിൽ ഫിറ്റ് ചെയ്തിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ 15 ഔട്ട്ഡേറ്റഡ് മൈൻഡ് സെറ്റുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞു തന്നത്. ഇതെല്ലാം നിങ്ങളുടെ ശീലമാക്കി മാറ്റൂ. ഇതുപോലെയുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിടവാങ്ങുന്നു. ബൈ.